ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് KSEB ഇലക്ട്രിസിറ്റി വർക്കറിന് സ്റ്റാർട്ടിങ്ങിൽ എത്ര സാലറി കിട്ടും ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഹാൻഡ് എത്രയായിരിക്കും സാലറി വരുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 24,400 തൊട്ടിട്ട് 43,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ ഉള്ളത് അല്ലെ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്പ്ലിറ്റ് അപ്പ് പറഞ്ഞുതരാം. ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് അവിടെ ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ നമ്മളുടെ കേരള PSC നോട്ടിഫിക്കേഷൻ പ്രകാരം 24,400 തൊട്ട് 43,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ KSEBയുടെ DA എന്ന് പറയുന്നത് 44% എന്താ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. കറസ്പോണ്ടിങ് പിന്നെ HRA ഉണ്ട്, അതേപോലെ മെഡിക്കൽ അലവൻസ് ഉണ്ട്, അതേപോലെ കണ്ടിജൻസി അലവൻസ് ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ബേസിക് 24,400, അതിന്റെ 44% 10,736 രൂപയാണ് DA ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ മെഡിക്കൽ അലവൻസും കൺവെയൻസ് അലവൻസും. പിന്നെ അവിടെ HRA ഉണ്ട്. HRA എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടുന്ന സിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് അവിടെ പറയാം. അപ്പൊ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ബേസിക് PA പ്ലസ് DA പ്ലസ് HRA പ്ലസ് മെഡിക്കൽ അലവൻസ് പ്ലസ് അതർ എലിജിബിൾ അലവൻസസ്. അതിൽ ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുമ്പോൾ ഗ്രോസ് NPS കുറയ്ക്കും, അതേപോലെ പ്രൊഫഷണൽ ടാക്സും കുറക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് അവിടെ മെഡിക്കൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അവിടെ കുറക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ നമുക്ക് ഇപ്പൊ അവിടെ HR എത്രയായിരിക്കും? HR നമുക്കറിയാം A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. കോർപ്പറേഷൻ ഏരിയ ആണെങ്കിൽ അത് A ക്ലാസ് ആയിരിക്കും. അവിടെ HRA എന്ന് പറയുന്നത് സോറി, ശതമാനത്തിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, 10% വരുന്നുണ്ടാവുക. ഓക്കെ, കോർപ്പറേഷനിലെ 10% HRA വരുന്നുണ്ടാവുക. പിന്നെ ഡിസ്ട്രിക്ട് HT മുനിസിപ്പാലിറ്റീസ് ആണെങ്കിൽ 8%, അതർ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 6%, പിന്നെ പഞ്ചായത്ത് ആണെങ്കിൽ 4%. ഈ ഒരു രീതിയിലാണ് HRA ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ 24,400ന്റെ 10% ഇവിടെ 2,440, പിന്നെ 8, 6, 4, ആ ഒരു രീതിയിലാണ് നമ്മളവിടെ ഇതേക്കുന്ന HRA ആഡ് ആക്കിയേക്കുന്നത്. അപ്പം HR ഈ ഒരു രീതിയിലാകുമ്പോൾ 38,176 ആയിരിക്കും ഹയസ്റ്റ് കിട്ടുന്നുണ്ടാവുക. 37,736, 37,236, 36,936. അപ്പൊ ഇതാണ് മൊത്തം നിങ്ങളുടെ ഗ്രോസ് ആയിട്ടുള്ള റേഞ്ച്. അതായത് 36,900 തൊട്ട് 38,200 വരെ ആയിരിക്കും ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്താ സ്വാഭാവികമായിട്ട് അവിടെ ഡിഡക്ഷൻസ് ഉണ്ടാവും. എത്ര ഇപ്പം A ക്ലാസ് 38,176 ആണെന്നുണ്ടെങ്കിൽ അവിടെ NPS 3,514, പിന്നെ പ്രൊഫഷണൽ ടാക്സ് ഒരു 200 രൂപയും കുറയുന്നുണ്ടാവും. ബാക്കി കിട്ടുന്നതാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മളുടെ ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ ABCD കാറ്റഗറിയിൽ അവിടെ HRA ഉണ്ടാവും. അപ്പോ നമ്മൾ A ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ 34,454 കിട്ടുന്നുണ്ടാവുക. B ക്ലാസ് ആകുമ്പോൾ 34,014, C ക്ലാസ് ആകുമ്പോൾ 33,514, D ക്ലാസ് പഞ്ചായത്ത് ഏരിയ ആണ് 33,214 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇൻ ഹാൻഡ് സാലറി ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ ഹാൻഡ് നിങ്ങളുടെ കയ്യിൽ എന്താ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, വീണ്ടും എന്തെങ്കിലും അലവൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് PF ഇത്ര വേണമെന്നില്ല നിങ്ങൾക്ക് പറയുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെതായ ഡിഡക്ഷൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും വരാം. ഓക്കെ, 36,938, 38,176 ഗ്രോസ്. റെഗുലർ 33 തൊട്ട് 34 വരെ. ഓക്കെ, അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.